ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. മലയാളത്തിൽ നമ്മൾ പറയുന്ന ഞാൻ എഴുതുകയായിരുന്നു, ഞങ്ങൾ എഴുതുകയായിരുന്നു, ഇതെല്ലാം ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുന്നത് അതാണ് ഈ ക്ലാസ്സുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഇംഗ്ലീഷിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നൊക്കെയാണ് പറയുന്നത്. എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ ഈ ടെൻസിന്റെ പേരൊന്നും പഠിക്കേണ്ട കാര്യമില്ല. സ്കൂൾ സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ച് മാത്രമാണ് ഇത് എഴുതിയിട്ടുള്ളത്. പക്ഷേ ഇതുണ്ടാക്കുന്ന രീതി നമ്മൾ അറിയണം. സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കും? വെർബ് ബി എന്ന വെർബിന്റെ പാസ്റ്റ് ഫോമിലെ രണ്ട് രൂപങ്ങൾ നേരത്തെ ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ട്. വാസ്, വേർ. അതിലേതെങ്കിലും ഒരെണ്ണം ചേർക്കും. വാസ് സിംഗുലറിന്, വേർ പ്ലൂറലിന്. അതിന്റെ കൂടെ ബേസും വയ്ക്കും. ബേസ് ഫോമിന്റെ കൂടെ ING എന്ന് ചേർക്കും. ഇതിനെ ING ഫോം എന്ന് പറയും. ഉദാഹരണമായിട്ട് റൈറ്റിംഗ്, ഗോയിങ്, കമ്മിങ്, അതുപോലെ വാക്കുകൾ കിട്ടും. ആ രീതിയിലാണ് ഇതുണ്ടാക്കുന്നത്. നമ്മൾ ഈ ക്ലാസ്സിൽ കാണുന്നത് പ്ലൂറലിന്റെ ഉപയോഗമാണ്. പ്ലൂറലിന് നമ്മൾ വേർ എന്ന വാക്ക് ഉപയോഗിക്കും. ഉദാഹരണമായിട്ട് ഞങ്ങൾ എഴുതുകയായിരുന്നു, ഞങ്ങൾ എഴുതുകയായിരുന്നു. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? We were writing, we were writing. ഞങ്ങൾ പോവുകയായിരുന്നു, we were going. ഞങ്ങൾ ഉറങ്ങുകയായിരുന്നു, we were sleeping. ഇതാണ് നാം കാണുന്നത്. ഇവിടെ ഏതാനും വാക്കുകൾ എഴുതിയിട്ടുണ്ട്. വി, ഞങ്ങൾ, നമ്മൾ, യു, നീ, നിങ്ങൾ, താങ്കൾ, അങ്ങ്. ഇതെപ്പോഴും പ്ലൂറലാണ്, നമുക്കറിയാം. പിന്നെ ദേ, അവർ, ഇവർ, അതിന് ദേ എന്ന് പറയും. മൈ ഫ്രണ്ട്സ് പ്ലൂറലാണ്, അതുകൊണ്ടാണ് വേറെ ഉപയോഗിക്കുന്നത്. നമുക്കിതൊന്ന് നോക്കാം. We were writing a story, we were writing a story. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യണം. We were, അത് ഒരുമിച്ച് പറയുക. We were writing a story. ഞങ്ങൾ ഒരു കഥ എഴുതുകയായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു കഥ എഴുതുകയായിരുന്നു. We were reading a book, we were reading a book. ഞങ്ങൾ ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. We were cleaning the room. ഞങ്ങൾ റൂം ക്ലീൻ ചെയ്യുകയായിരുന്നു. We were cutting a tree. ഞങ്ങൾ ഒരു മരം മുറിക്കുകയായിരുന്നു. We were doing the homework. ഞങ്ങൾ ഹോംവർക്ക് ചെയ്യുകയായിരുന്നു. We were teaching English. ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നു. അടുത്തത് യു, അല്ലെ? നീ, നിങ്ങൾ, താങ്കൾ, എല്ലാറ്റിനും യു ആണ്. You were writing a story, you were writing a story. നീ ഒരു കഥ എഴുതുകയായിരുന്നു. You were reading a book. നീ ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. You were cleaning the room. നീ റൂം ക്ലീൻ ചെയ്യുകയായിരുന്നു. You were cutting a tree. നീ ഒരു മരം മുറിക്കുകയായിരുന്നു. You were doing the homework. നിങ്ങൾ ഹോംവർക്ക് ചെയ്യുകയായിരുന്നു. You were teaching English. നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നു. അടുത്തതായിട്ട് they, അവർ അല്ലെങ്കിൽ ഇവർ. They were writing a story, they were writing a story. അവർ ഒരു കഥ എഴുതുകയായിരുന്നു. They were reading a book. അവർ ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. They were cleaning the room. അവർ മുറി ക്ലീൻ ചെയ്യുകയായിരുന്നു. They were cutting a tree. അവർ ഒരു മരം മുറിക്കുകയായിരുന്നു. They were doing the homework. അവർ ഹോംവർക്ക് ചെയ്യുകയായിരുന്നു. They were teaching English. അവർ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നു. അടുത്തത് മൈ ഫ്രണ്ട്സ് പ്ലൂറൽ. ഇവിടെ മൈ ഫ്രണ്ട്സിന് പകരം ഏത് പ്ലൂറൽ വാക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ വേർ ഉപയോഗിക്കും. വേറെ പ്ലൂറലാണ്, അല്ലെ? വാസ് ആണ് സിംഗുലർ, അത് മറക്കാതെ ഇരിക്കുക. My friends were writing a story. എന്റെ ഫ്രണ്ട്സ് ഒരു കഥ എഴുതുകയായിരുന്നു. My friends were reading a book. എന്റെ ഫ്രണ്ട്സ് ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. My friends were cleaning the room. എന്റെ ഫ്രണ്ട്സ് റൂം ക്ലീൻ ചെയ്യുകയായിരുന്നു. My friends were cutting a tree. എന്റെ ഫ്രണ്ട്സ് ഒരു മരം മുറിക്കുകയായിരുന്നു. My friends were doing the homework. എന്റെ ഫ്രണ്ട്സ് ഹോംവർക്ക് ചെയ്യുകയായിരുന്നു. My friends were teaching English. എന്റെ ഫ്രണ്ട്സ് ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നു. ഈ രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ആദ്യത്തെ വാചകം കണ്ടു. We were writing. ഞങ്ങൾ എഴുതുകയായിരുന്നു. ഇവിടെ നമ്മൾ ഏതാനും വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആ വാചകങ്ങളെ കൂടുതൽ അർത്ഥം തോന്നാൻ വേണ്ടിയാണ്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതുപോലെ വാക്കുകളില്ലാതെയും പ്രാക്ടീസ് ചെയ്യാം. ഉദാഹരണമായിട്ട് ഞങ്ങൾ ഉറങ്ങുകയായിരുന്നു. We were sleeping. ഞങ്ങൾ ഓടുകയായിരുന്നു. We were running. ഞങ്ങൾ പഠിക്കുകയായിരുന്നു. We were studying. ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം.
പ്രാക്ടീസ് പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോ വീഡിയോ കോൾ ചെയ്ത് പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ പറ്റില്ലേ? ആളടുത്ത് വേണമെന്നില്ല, പക്ഷെ പ്രാക്ടീസ് ചെയ്യണം. ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും കുറച്ച് വെർബ്സ് പഠിക്കുക. ഈ 4 ഫോംസ് പ്രധാനപ്പെട്ടതാണ്, മറക്കരുത്. അതോടൊപ്പം പുതിയ വാക്കുകൾ എപ്പോഴും പഠിക്കുക ഇംഗ്ലീഷില്. ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകൾ അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3ആണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,000-ൽ വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഡി, ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. നമ്മൾ വെർബിന്റെ ആദ്യത്തെ ലിസ്റ്റ് എടുക്കുകയാണ്. അതിൽ ആദ്യത്തെ 15 വെർബ്സ് നോക്കുക. അതില് പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, ആ വെർബ്സ് 3ഉം ഒരേപോലെ ഇരിക്കുകയാണ് അല്ലേ.
നമ്മൾ ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല, കാരണം നേരത്തെ കണ്ടതുപോലെ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ ഇരിക്കും എല്ലാ ഗ്രൂപ്പ്സിന്റെയും. അപ്പൊ ഉദാഹരണമായിട്ട് കട്ട്, അതിന് പ്രസന്റ് ഫോമില് സിംഗുലർ ഉണ്ട്, കട്ട്സ് ഉണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? മുറിക്കാറുണ്ട് അല്ലെങ്കിൽ മുറിക്കുന്നു. പാസ്റ്റ് ഫോം കട്ട് തന്നെയാണ്, പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട്, മുറിച്ചു. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്, അത് കട്ട്, അർത്ഥം മാറി മാറി വരും. അപ്പൊ ഞാനിനി 3 ഫോംസേ വായിക്കുള്ളൂ. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പുട്ട്, പുട്ട്, പുട്ട്. ഞാൻ പ്രസന്റ് ഫോം സിംഗുലർ വായിക്കുന്നില്ല. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കിയിരുന്ന ആദ്യം. പുട്സ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അർത്ഥം ഒന്ന് തന്നെ, ഇടാറുണ്ട് അല്ലെങ്കിൽ ഇടുന്നു. എല്ലാത്തിലും അതുപോലെ തന്നെ വായിക്കണേ. ഷട്ട്, ഷട്ട്, ഷട്ട്. ലെറ്റ്, ലെറ്റ്, ലെറ്റ്. ക്വിറ്റ്, ക്വിറ്റ്, ക്വിറ്റ്. ബെറ്റ്, ബെറ്റ്, ബെറ്റ്. ഹിറ്റ്, ഹിറ്റ്, ഹിറ്റ്. സ്പ്ലിറ്റ്, സ്പ്ലിറ്റ്, സ്പ്ലിറ്റ്. സെറ്റ്, സെറ്റ്, സെറ്റ്. ഹേർഡ്, ഹേർഡ്, ഹേർഡ്. സ്പ്രെഡ്, സ്പ്രെഡ്, സ്പ്രെഡ്. Host, host, host. Telecast, telecast, telecast. Broadcast, broadcast, broadcast. Burst, burst, burst. ഇതിന്റെ പ്രത്യേകതകൾ എന്താണ്? ഈ 15 വെബ്സിന്റെയും പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഒരേപോലെ ഇരിക്കുന്നു, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം, പക്ഷെ അർത്ഥം വ്യത്യാസം ഉണ്ടെന്ന് മറക്കരുത്. ഇനി അടുത്തുള്ള വെബ്സ് ഒക്കെ ഡിഒ, ഇഡിഒ കൂട്ടിച്ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. Call, called, called. Play, played, played. Walk, walked, walked. Pray, prayed, prayed. Clean, cleaned, cleaned. Jump, jumped, jumped. Close, closed, closed. Open, opened, opened. Study, studied, studied. Lie, lied, lied. Help, helped, helped. Respect, respected, respected. Accept, accepted, accepted. Ask, asked, asked.